ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഓൺലൈൻ ഡിഗ്രി അല്ലെങ്കിൽ ഓൺലൈൻ MBA കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പാർട്ട് 1 വീഡിയോ കണ്ടതിന് ശേഷം പാർട്ട് 2 നിങ്ങൾ വാച്ച് ചെയ്യുക. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസിനൊക്കെ ആയിട്ട് നിങ്ങൾ ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഫോളോ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ഇൻസൈറ്റ് 360 സോഷ്യൽ മീഡിയ എല്ലാ ചാനൽസും നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഒപ്പം ഇൻസൈറ്റ് 360യുടെ ആപ്പും കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഡിസ്റ്റൻറ്റ് ഡിഗ്രിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഒരു ക്ലാസ്സും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ലേണിംഗ് അവേഴ്സിലും അതുപോലെ അവരുടെ ക്രെഡിറ്റ് പോയിന്റ്സിലും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഓൺലൈൻ ഡിഗ്രി വഴി ചെയ്യുന്നു വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു വിദേശത്തൊരു ജോലിക്ക് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ വിദേശത്തോട്ട് പോകുമ്പോൾ ഇപ്പോൾ എബ്രോഡൊക്കെ പോവുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങൾ കൂടുതലായിട്ട് നോക്കുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്. അപ്പം എല്ലാ വിദേശ രാജ്യങ്ങളും നോക്കുന്നത് മിനിമം ഇത്ര ക്രെഡിറ്റ് പോയിന്റ്സ് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിലേ അവരത് ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഡിഗ്രി അല്ലെങ്കിൽ പിന്നെ അതല്ലെങ്കിൽ നിങ്ങളെ അവർ ഡിപ്ലോമ ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ഡിഗ്രി ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. റെഗുലർക്കാരെ പോലെ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് പോയിന്റ്സും കിട്ടുന്നുണ്ട്. പക്ഷേ ഡിസ്റ്റൻറ്റ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് പോയിന്റ്സ് പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുപോലെ ഓൺലൈൻ ഡിഗ്രിക്ക് എക്സാം ഓൺലൈൻ ത്രൂ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും ഇരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഡിസ്റ്റൻറ്റ് ഡിഗ്രി ഒക്കെ ആണെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തിട്ട് എക്സാം എഴുതാൻ വേണ്ടി അവരുടെ എക്സാം സെൻറ്റർ എവിടെയാണോ അവിടെ നമ്മൾ എക്സാം എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നാട്ടിലുണ്ടെങ്കിലും പിന്നെ നമ്മൾ നാട്ടിലില്ലാത്ത സാഹചര്യമോ അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ലീവ് കിട്ടാത്ത സാഹചര്യമോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാം എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് അടുത്തൊരു സെമസ്റ്റർ വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. നിങ്ങൾക്കൊരു വെബ് ക്യാം ഉള്ളൊരു സിസ്റ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. അപ്പം ഇതാണ് ഇതിൻ്റെ വലിയൊരു ബെനിഫിറ്റ്സ്. ഇൻ കേസ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു 1.5 മാസത്തിൽ തന്നെ ഒരു സപ്ലിമെൻ്ററി എക്സാംസും കൂടി ഇതിന് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ റിസൾട്ടും വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ ഓൺലൈൻ ഡിഗ്രി വഴി വരുന്നത്. പല യൂണിവേഴ്സിറ്റികളും 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 3 ഡേയ്സിനുള്ളിൽ 1 വീക്കിനുള്ളിലൊക്കെ മാക്സിമം അവരുടെ റിസൾട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു മെയിൻ ഡൗട്ട് ഉള്ളത് PSC എക്സാം എഴുതാനായിട്ട് ഇത് അംഗീകൃതമാണോ എന്നുള്ളതാണ്. PSC എക്സാം എഴുതാനായിട്ട് ഓൺലൈൻ ഡിഗ്രിക്ക് അംഗീകൃതം ഉള്ളതാണ്, UGC അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിം വർക്ക്, അതായത് NRIFൻ്റെ ആദ്യത്തെ ഒരു 100 റാങ്കിനുള്ളിൽ വരുന്ന യൂണിവേഴ്സിറ്റി ആയിരിക്കണം എന്നുള്ളത് കമ്പൽസറി ആണ്. അപ്പം അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഏതൊരു സ്റ്റുഡൻസിനും ഇന്ത്യയിലെ PSC അല്ലെങ്കിൽ UPS പോലെയുള്ള എക്സാംസുകൾക്ക് നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 165+ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ ഇന്ത്യയിൽ ഓൺലൈൻ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. UG പ്രോഗ്രാംസും MBA പ്രോഗ്രാംസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് NAC സ്കോർ ഒരു 326 ഔട്ട് ഓഫ് 4 എങ്കിലും മിനിമം ഉണ്ടെങ്കിലേ UGCയുടെ നിയമപ്രകാരം നമുക്ക് ഓൺലൈൻ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതിൽ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ ഒത്തിരി ഉണ്ട്. അപ്പം അതിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ചെയ്യാം, എന്തൊക്കെ പ്രോഗ്രാംസുകളുണ്ട്, UG പ്രോഗ്രാംസുകൾ എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ MBA പ്രോഗ്രാംസുകൾ എന്തൊക്കെ നമുക്ക് അതിനകത്ത് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് പ്രൊഫൈലിനെ മാച്ച് ചെയ്യുന്ന ഏത് PG പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്ന ഏത് ഓൺലൈൻ പ്രോഗ്രാം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി ഡൗട്ട്സുകൾ പല കുട്ടികൾക്കുണ്ട്. അതുപോലെ ക്രെഡിറ്റ് പോയിന്റ്സുകളെ കുറിച്ചിട്ട് പല ഡൗട്ട്സുകളുണ്ട്. അപ്പം നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലാരിഫൈ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ ഇൻസൈറ്റ് 360യുടെ മെൻറ്റേഴ്സായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ സോഷ്യൽ മീഡിയ നമ്മുടെ പേജസുകളെല്ലാം തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓൺ ടൈം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി.